ഏപ്രിൽ 9-ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, തമിഴ്നാട്, ബംഗാൾ, ആസാം തുടങ്ങിയ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെല്ലാം തന്നെ കേന്ദ്രം ഭരിക്കുന്ന BJP സംബന്ധിച്ചിടത്തോളം, പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ സംസ്ഥാനങ്ങളാണ്. യഥാർത്ഥത്തിൽ BJPയുടെ രാഷ്ട്രീയ ഭാവിയെ നിശ്ചയിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന ഏറ്റവും കരുത്തുറ്റുള്ള ശക്തികൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് ബംഗാളായാലും തമിഴ്നാടായാലും കേരളമായാലും. അതേസമയത്ത് ആസാം, നേരത്തെ കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആസാം കഴിഞ്ഞ 10 വർഷത്തിലേറെയായിട്ട് BJPയുടെ നിയന്ത്രണത്തിലാണ്. വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് ആ പ്രദേശങ്ങളിൽ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ വിജയം എത്രത്തോളമായിരിക്കും എന്നത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷം കക്ഷികൾ, കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ നേടിയ വമ്പിച്ച ഒരു ഊർജ്ജം, ആ ഊർജ്ജം കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും പ്രസരിക്കുന്നുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ദേശീയ മാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ, ഈ സംസ്ഥാനതല തെരഞ്ഞെടുപ്പിനെ അത്രയേറെ പ്രാധാന്യത്തോടുകൂടി നാക്കി കാണാനുള്ള കാരണം അതിൻ്റെ ദേശീയ പ്രാധാന്യം തന്നെയാണ്. അതേപോലെ കോൺഗ്രസിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ് കേരളത്തിലായാലും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലായാലും ഇത് എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ, അത് മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാ സംസ്ഥാനങ്ങളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും അതിശക്തമായി ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. മറുഭാഗത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള ഏറ്റവും പ്രമുഖരായ നേതാക്കൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഓരോരോ അസംബ്ലി മണ്ഡലത്തിലും എത്തിച്ചേരുന്ന അവസ്ഥയാണുള്ളത്. നിരന്തരമായിട്ട് പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ അതാത് വിവിധ സംസ്ഥാനങ്ങളിലൂടെ കുതിച്ചു പായുകയാണ്. ബംഗാളിൽ മമതാ ബാനർജി ഒരു അതിശക്തമായിട്ടുള്ള മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. പക്ഷേ അവർക്കെതിരായിട്ടുള്ള കടുത്ത നീക്കങ്ങളും നടക്കുന്നുണ്ട്. തെരുവിൽ വിവിധ കക്ഷികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന BJPയുടെയും കോൺഗ്രസിൻ്റെയും തൃണമൂലിൻ്റെയും കക്ഷികൾ തെരുവിൽ ഏറ്റുമുട്ടുന്ന ഒരവസ്ഥയിലാണ് ബംഗാളിലെ പല മണ്ഡലങ്ങളിലും കാര്യങ്ങളുള്ളത്. മമതാ ബാനർജി ആ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പശ്ചാത്തലമുള്ള സംസ്ഥാനങ്ങൾ എന്ന നിലയിൽ, വ്യത്യസ്തമായ രാഷ്ട്രീയമുള്ള സംസ്ഥാനങ്ങൾ എന്ന നിലയിൽ ഓരോ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലും വലിയ ശ്രദ്ധയാണ് ദേശീയ മാധ്യമങ്ങൾ കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ NDTV, ഇന്ത്യ ടുഡേ TV, അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങൾ ഒരു ഭാഗത്ത്, പ്രണോയ് റോയുടെ ഡീകോഡർ പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ മറുഭാഗത്ത്, രാജ്ദീപ് സർദേശായി പോലുള്ള പ്രമുഖരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ, ബർക്കാദത്തിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ, ഇവരെല്ലാം തന്നെ വളരെ സജീവമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ വിശകലനങ്ങളിൽ ഒരു വലിയ പരിധി വരെ വിവിധ സംസ്ഥാനങ്ങളിലെ സാമൂഹികമായ അന്തരീക്ഷത്തെക്കുറിച്ചാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഓരോ പ്രത്യേക പ്രദേശത്തെയും സാമുദായികമായിട്ടുള്ള താല്പര്യങ്ങൾ, സാമുദായികമായിട്ടുള്ള വിഭജനങ്ങൾ, സാമൂഹികമായിട്ടുള്ള ഇഷ്യൂസ്, ഇതൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്നത്, BJPക്ക് അനുകൂലമായിട്ട് വരുന്ന ഘടകങ്ങളെന്ത്, BJPക്ക് എതിരായിട്ട് വരാനായിട്ടുള്ള ഘടകങ്ങളെന്ത്, ആ തരത്തിലുള്ള സാമൂഹിക മേഖലയിൽ ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് ജാതി മത സമുദായ ശക്തികളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അവരുടെ നിലപാടുകളിലെ മാറ്റങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അവരൊക്കെ അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ചിത്രമാണ് ദേശീയ തലത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ഈ മാധ്യമങ്ങളൊക്കെ തന്നെ കേരളത്തിൽ വളരെ വിപുലമായ തോതിൽ സർവേകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. വിപുലമായ തോതിലുള്ള റിപ്പോർട്ടിങ്ങും വിശകലനങ്ങളും സ്പോട്ട് റിപ്പോർട്ടിങ്ങും ഇൻ്റർവ്യൂസും ഒക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിണറായി വിജയനുമായിട്ട് രാജ്ദീപ് സർദേശായി നടത്തിയ അഭിമുഖം വളരെ 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 ശ്രദ്ധ നേടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങളുമായിട്ട് അദ്ദേഹം പലതവണ അഭിമുഖങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷത്തിൽ നിന്ന് VD സതീശനും വിവിധ മാധ്യമങ്ങളും തമ്മിലുള്ള ഇൻ്റർവ്യൂസ് ലോകവ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ തരത്തിൽ വളരെ സജീവമായിട്ടുള്ള ഈ ചർച്ചയിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള, പ്രത്യേകിച്ച് പ്രിൻ്റ് മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള സംഭാവനകൾ വളരെ പ്രധാനമാണ്. പ്രിൻ്റ് മീഡിയയെ സംബന്ധിച്ചിടത്തോളം മുഖ്യധാരയിൽപ്പെട്ട ടെലിവിഷൻ, ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ കൂടി വിശകലനാത്മകമായിട്ടുള്ള അപഗ്രഥനങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ അപഗ്രഥനങ്ങളിൽ
ഒരു വലിയ പരിധി വരെ അവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം കേരളത്തിലെ സമുദായങ്ങൾക്കിടയിൽ, കേരളത്തിലെ വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ്. ഏതെല്ലാം തരത്തിലുള്ള വിഷയങ്ങളാണ് വോട്ടർമാരെ സ്വാധീനിക്കുന്നത്, അതിൽ ഇമോഷണലായിട്ടുള്ള ഇഷ്യൂസ് ഏതൊക്കെ, സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ എത്ര, വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എത്ര തുടങ്ങിയ വിഷയങ്ങളിൽ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുക കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ ശാക്തീകരണം, പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ ശാക്തീകരണം, ഏകീകരണം ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് മാറും എന്നാണ് ട്രിബ്യൂൺ പത്രത്തിൽ ഗൗരിദാസൻ നായർ എഴുതിയ അഭിമുഖത്തിലും, ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ലിസ് മാത്യു എഴുതിയ പഠനത്തിലും, ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഈ പറയുന്ന ഈ ഞാൻ തന്നെ എഴുതിയ ലേഖനത്തിലുമൊക്കെ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വികസനത്തെ സംബന്ധിച്ചുള്ള അവകാശവാദങ്ങളൊക്കെ ഇരിക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വ്യത്യസ്ത വിഷയങ്ങളിൽ വിവിധ സമൂഹങ്ങൾ എടുക്കുന്ന നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാവും എന്നുള്ളതാണ്. അതിലെ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് തീർച്ചയായും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വളരെ പ്രധാനമാണ്. മുസ്ലിം ഏകീകരണത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം കൺസോളിഡേഷൻ്റെ പ്രശ്നങ്ങൾ വളരെ പ്രധാനമാണ്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള വന്നുകൊണ്ടിരിക്കുന്ന പ്രചാരവേലകൾ വളരെ പ്രധാനമാണ്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് 2021 തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നേരത്തെ ഉണ്ടായിരുന്നത് വ്യത്യസ്തമായിട്ട് വലിയ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നു എന്ന അനാലിസിസാണ് വ്യത്യസ്ത മാധ്യമങ്ങളിൽ വ്യത്യസ്ത ലേഖകർ എഴുതിയ പഠനങ്ങൾ, വിശകലനങ്ങളിൽ പറയുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയും ട്രിബ്യൂണും ഇന്ത്യൻ എക്സ്പ്രസും ഒക്കെ തന്നെ സമുദായ വിഭാഗങ്ങളുടെ 2021 നിലപാടിൽ നിന്നും 5 വർഷത്തിന് ശേഷം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിലെ സൂചനകളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ സൂചനകൾ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുള്ള വോട്ടുകൾ ചോർച്ച വരികയും അതിലൊരു പങ്ക് ഒരുപക്ഷെ UDF കിട്ടുമെന്നും, അല്ലെങ്കിൽ UDF സംബന്ധിച്ചിടത്തോളം അത് പിന്നെ ഒരു സ്റ്റാറ്റിക്കായിട്ട് നിൽക്കും, മറുഭാഗത്ത് BJP NDA സഖ്യത്തിന് അനുകൂലമായിട്ട് കുറേ വോട്ടുകൾ മാറും എന്ന തരത്തിലുള്ള ഒരു വിശകലനമാണ് പൊതുവിൽ കാണുന്നത്. ഇത് ഈ BJP NDA സഖ്യകക്ഷികൾ നേടുന്ന കൂടുതൽ അഡീഷണൽ വോട്ടുകൾ എത്രത്തോളം ഇടതുപക്ഷത്തിന് ഗുണമായി തീരും, അതായത് UDF അങ്ങനെ വോട്ടുകൾ മാറുന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിന് ഗുണമായി തീരും. പക്ഷേ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലെ അനുഭവം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് UDF നിന്ന് മാറുന്നതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ LDF നിന്നും BJP മാറുന്നുണ്ട്. അവ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 20% വോട്ടിലേക്ക് NDA എത്തുകയാണെങ്കിൽ തീർച്ചയായും അതിശക്തമായിട്ടുള്ളൊരു മത്സരത്തിൽ UDF കുറെ കൂടി എഡ്ജ് കിട്ടാനുണ്ട്. കാരണം അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അനുഭവം എന്നാണ് പൊതുവിൽ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രിൻ്റ് മാധ്യമങ്ങളും നടത്തുന്ന വിശകലനങ്ങളിൽ ഈ അന്തിമ നിമിഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.